ഹരി ഓം. എല്ലാവർക്കും സുപ്രഭാതം. ശ്രീ പതഞ്ജലി യോഗ ശിക്ഷണ സമിതി, കേന്ദ്ര സമിതി തുംകൂർ, രജിസ്ട്രേഡ് കർണാടക, മലയാളം ഓൺലൈൻ യോഗ വിഭാഗം അവതരിപ്പിക്കുന്ന ഗണഭൗതികാണ് ഇന്ന് ഇവിടെ സമർപ്പിക്കുന്നത്. ഇന്നത്തെ അവതരണം ഓക്സിറ്റോസിൻ ഗണയുടേതാണ്. എല്ലാ ഗുരുക്കന്മാരെയും ഗണ അംഗങ്ങളെയും യോഗ ബന്ധുക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ഹോർമോൺ ഓക്സിറ്റോസിൻ. എന്താണ് ഹോർമോൺ? ഒരു ഗ്രന്ഥിയോ കോശമോ പുറപ്പെടുവിക്കുന്ന സന്ദേശവാഹകരായ സ്രവങ്ങളാണ് അന്തർഗ്രന്ഥി സ്രാവം അഥവാ ഹോർമോണുകൾ എന്ന് അറിയപ്പെടുന്നത്. ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിലെ രാസസന്ദേശവാഹകരാണ്. വ്യത്യസ്ത കോശങ്ങളും അവയവങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിയന്ത്രിക്കാൻ ഹോർമോണുകൾ സഹായിക്കുന്നു. മനുഷ്യരിലും മറ്റ് കശേരുകികളിലുമായിട്ട് 50-ലധികം ഹോർമോണുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അസ്ഥികൂടങ്ങളും നട്ടെല്ലുകളുമുള്ള മൃഗങ്ങളെയാണ് കശേരുകികളെന്ന് വിളിക്കുന്നത്. ഹോർമോണുകൾ നൂറുകണക്കിന് ശാരീരിക പ്രക്രിയകളെ ബാധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ശരീരം സാധാരണയായി ഈ ഹോർമോണുകളെ സന്തുലിതമാക്കുന്നു. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട ഏതാനും പദങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. ഒരു ഗ്രന്ഥി എന്നത് ഒരു ജീവിയുടെ ശരീരത്തിലെ ഒരു കോശമാണ്, അല്ലെങ്കിൽ ഒരു അവയവമാണ്. അത് ശരീരത്തിന് ആവശ്യമായ പദാർത്ഥങ്ങളെ രക്തപ്രവാഹത്തിലേക്കോ ശരീരത്തിലെ മറ്റ് അറകളിലേക്കോ അല്ലെങ്കിൽ ശരീരത്തിന്റെ പുറം പ്രതലങ്ങളിലേക്കോ ഉൽപ്പാദിപ്പിക്കുകയോ പുറന്തള്ളപ്പെടുകയോ ചെയ്യുന്നു. ഉദാഹരണത്തിന് ഉമിനീര് ഉൽപ്പാദിപ്പിച്ച് അത് ഭക്ഷണത്തിന്റെ കൂടെ ആമാശയത്തിലേക്ക് എത്തിക്കുന്നു. അഥവാ അത് പുറന്തള്ളപ്പെടുന്നു. എന്നാൽ കണ്ണുനീർ, വിയർപ്പ്, മൂത്രം പോലുള്ളവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. ഗ്രന്ഥികളുടെയും അവയവങ്ങളുടെയും ഒരു സങ്കീർണ ശൃംഖലയാണ് എൻഡോക്രൈൻ സിസ്റ്റം. ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളാൽ നിർമ്മിതമാണ് ഇത്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥങ്ങളെ രക്തത്തിലേക്ക് എത്തിക്കുന്നു അഥവാ സ്രവിക്കുന്നു. ശരീരത്തിന്റെ മെറ്റാബോളിസം, ഊർജനില, പുനരുൽപാദനം, വളർച്ച, സമ്മർദ്ദം, മാനസികാവസ്ഥ എന്നിവയ്ക്കുള്ള പ്രതികരണം നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കാനും എൻഡോക്രൈൻ സിസ്റ്റം ഹോർമോണുകൾ ഉപയോഗിക്കും. ആ ഗ്രന്ഥികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പിറ്റ്യൂട്ടറി ഗ്രന്ഥി, ഹൈപ്പോതലാമസ്, പീനൽ, തൈറോയിഡ്, തൈമസ്, അഡ്രിനൽ, പാൻക്രിയാസ്, അണ്ഡാശയം, വൃഷണങ്ങൾ. ഇവയെല്ലാം എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ അവിഭാജ്യ ഘടകങ്ങൾ. ന്യൂറോണുകൾ, നാഡീവ്യൂഹങ്ങൾ എന്നും ഇവ അറിയപ്പെടും. ഇവ തലച്ചോറിൽ നിന്നും സിഗ്നലുകൾ സ്വീകരിക്കുകയും അയക്കുകയും ചെയ്യുന്നു. എന്നാൽ ന്യൂറോണുകളിൽ നിന്ന് പേശികളിലേക്കോ അഥവാ വ്യത്യസ്ത ന്യൂറോണുകൾക്കിടയിലോ സിഗ്നലുകൾ കൈമാറുന്ന തന്മാത്രകളെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന് വിളിക്കും. ഒരു ജീവിയുടെ ബാഹ്യവും ആന്തരികവുമായ പരിതസ്ഥിതിയുടെ രാസഭൗതിക അവസ്ഥകളിലെ മാറ്റങ്ങൾ കണ്ടെത്തുന്ന കോശങ്ങളെ റിസപ്റ്ററുകൾ എന്ന് പറയും. അടുത്തത് നാഡീവ്യൂഹം അഥവാ നെർവസ് സിസ്റ്റം. തലച്ചോറും സുഷുമ്നാ നാഡിയും ചേർന്നതാണ് കേന്ദ്ര നാഡീവ്യൂഹം. ശരീരത്തിലെ മറ്റെല്ലായിടത്തുമുള്ള ഞരമ്പുകൾ പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ്. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും ആശയവിനിമയം നടത്തുന്നതിന് നാഡീവ്യൂഹം വൈദ്യുത രാസമാർഗങ്ങൾ ഉപയോഗപ്പെടുത്തും. ഇത്രയും ഇതൊരു ആമുഖം മാത്രം. എന്താണ് ഓക്സിറ്റോസിൻ ഹോർമോൺ എന്നും അതിന്റെ പ്രവർത്തനങ്ങളും അടുത്ത സ്ലൈഡുകളിലൂടെ നമുക്ക് കാണാം, കേൾക്കാം. ഓക്സിറ്റോസിൻ ഹോർമോണിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണ്ടേ? ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ എന്ന് നമുക്ക് അറിയാം. അതുപോലെ ഓക്സിറ്റോസിൻ ഹോർമോൺ ഒരു പ്രകൃതിദത്ത ഹോർമോൺ ആണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ. അത് നമുക്ക് ഇനിയുള്ള കാര്യം പറയുന്നതിൽ നിന്ന് മനസ്സിലാവും.
ന്യൂറോ ട്രാൻസ്മിറ്ററായി പ്രവർത്തിക്കുന്ന ഒരു ഹോർമോൺ കൂടിയാണ് ഇത്. ഇനി ഓക്സിറ്റോസിൻ എന്ന പേരിന്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഓക്സിറ്റോസിൻ എന്ന പേര് ഉരുത്തിരിഞ്ഞത്. അതായത് ഓക്കു ടോക്കോസ് എന്ന വാക്കിൽ നിന്ന്. ഓക്കു ടോക്കോസ്. ഓക്സസ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് അല്ലെങ്കിൽ സ്വിഫ്റ്റ് എന്നും, ടോക്കോസ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ബർത്ത് എന്നുമാണ് അർത്ഥം. ക്വിക്ക് ബർത്ത് എന്നും ഇതിന് പറയാം. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം വേഗത്തിൽ എന്നുള്ളതാണെന്ന്. ഓക്സിറ്റോസിന്റെ ആഡ്ജക്റ്റീവ് ഓക്സിറ്റോസിക് എന്നാണ്. ഓക്സിറ്റോസിക്. ഇത് സങ്കോചങ്ങളെ ഉത്തേജിപ്പിക്കുന്ന മരുന്നുകളെ സൂചിപ്പിക്കുന്നു. അതേപോലെ ഇത് ഗർഭാശയ സങ്കോചങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസവ പ്രക്രിയ വേഗത്തിലാക്കുകയും ചെയ്യുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാനപ്പെട്ട ഹോർമോൺ ആണെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഒന്ന് ഇതാണ്. ഇതിന്റെ കൊളോക്കിയൽ മീനിങ് അല്ലെങ്കിൽ സംസാര ഭാഷ എന്താണെന്ന് അറിയണ്ടേ? കേഡിൽ ഹോർമോൺ, അതായത് ആലിംഗന ഹോർമോൺ എന്നാണ്. മോറൽ മോളിക്യൂൾ എന്നും ഇതിനെ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇനിയുള്ള പറയുമ്പോൾ നമുക്ക് കേൾക്കാം. ഹോർമോൺ ഓക്സിറ്റോസിന്റെ പൂർവിക ജീനിന്റെ പഴക്കത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ഓക്സിറ്റോസിൻ ഹോർമോണിന്റെ പൂർവിക ജീനിന് ഏകദേശം 500 ദശലക്ഷം പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി ഇതിന്റെ പരിണാമത്തെക്കുറിച്ച് നോക്കാം. വെർട്ടിബ്രേറ്റ്സ് അല്ലെങ്കിൽ കശേരുക്കളിൽ ജലനിയന്ത്രണത്തിന് വേണ്ടി ഓക്സിറ്റോസിനും നോൺ പെപ്റ്റൈഡ് ഹോർമോണും ഉണ്ട്. ഈ 2 ജീനുകളും ഒരേ ജീൻ ഡ്യൂപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ക്രോമസോം ഡ്യൂപ്ലിക്കേഷനിൽ നിന്നും ഉള്ളതാണ്. ഇത് കണ്ടെത്തിയത് സൈക്ലോസ്റ്റൊമാറ്റയിലാണ്. എന്താണ് ഈ സൈക്ലോസ്റ്റൊമാറ്റ? ജീവനുള്ള താടിയലില്ലാത്ത മത്സ്യങ്ങളാണ് ഈ സൈക്ലോസ്റ്റൊമാറ്റ. സീബ്ര ഫിഷ് ഓക്സിറ്റോസിൻ ഉപയോഗിക്കുന്നത് മറ്റു മത്സ്യങ്ങളോടുള്ള പേടിയുടെ പ്രതികരണമായിട്ടാണ്. ഓക്സിറ്റോസിൻ പരിണമിച്ചത് അനേകം ദശലക്ഷം വർഷം മുമ്പ് ഒരു പൊതു പൂർവികൻ അല്ലെങ്കിൽ കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ്. ഈ ഹോർമോണിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇനിയും കേൾക്കാം. ഇനി നമുക്ക് ഓക്സിറ്റോസിന്റെ ചരിത്രവും അല്പം രസതന്ത്രവുമാകാമല്ലേ. 1906 ബ്രിട്ടീഷ് ഫാർമക്കോളജിസ്റ്റായ വില്യം ഹാലഡ് ഡെയിൽ ആണ് ഓക്സിറ്റോസിൻ കണ്ടെത്തിയത്. ഇതിന്റെ ആദ്യ ക്ലിനിക്കൽ ഉപയോഗം നടന്നത് 1909 ഡോക്ടർ വില്യം ബ്ലെയർ ഒരു കോംപ്ലിക്കേറ്റഡ് കേസ് ചൈൽഡ് ബർത്ത് സുഗമമാക്കുവാനായി ഓക്സിറ്റോസിൻ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തി. 1910 പാൽ ഉൽപാദനം ത്വരിതപ്പെടുത്തുന്നതായി കണ്ടെത്തുകയുണ്ടായി. 1920 പാർക്ക് ഡേവിസ് എന്ന ശാസ്ത്രജ്ഞൻ പിറ്റ്യൂട്ടറി ടിഷ്യൂകളിൽ നിന്നും വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ എന്നിവ വേർതിരിക്കാമെന്ന് മനസ്സിലാക്കുകയും ഈ പേരുകൾ നിർദ്ദേശിക്കുകയും ചെയ്തു. 1928 ഇവ രണ്ടും വേർതിരിക്കപ്പെട്ടു. 1952 ഓക്സിറ്റോസിന്റെ രാസഘടന കണ്ടെത്തി. 1953 ഡ്യൂ വിൻഗോഡ് ഓക്സിറ്റോസിൻ സമന്വയം നടത്തുകയും ഇതേ തുടർന്ന് 1955 വൈദ്യശാസ്ത്രത്തിന്റെ നൊബേൽ സമ്മാനം അദ്ദേഹത്തിന് നൽകി ലോകം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഓക്സിറ്റോസിന്റെ രാസനാമം C43 H66 N12 O12 S2 എന്നതാണ്. C കാർബണും H ഹൈഡ്രജനും N നൈട്രജനും O ഓക്സിജനും S സൾഫറുമാണെന്ന് നമുക്കറിയാമല്ലോ. ഓക്സിറ്റോസിൻ 9 തരം അമിനോ ആസിഡുകളുടെ ഒരു രേഖീയ ശൃംഖലയായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിന്റെ അർദ്ധായുസ് 6 മിനിറ്റ് ആണെന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്.
ബയോക്ലിനിക്കലി ഐഡന്റിഫൈ ചെയ്യപ്പെട്ട ആദ്യത്തെ പെപ്റ്റൈഡ് ഹോർമോൺ ആയിട്ടാണ് ഓക്സിറ്റോസിൻ അറിയപ്പെടുന്നത്. ഇതുവരെ ഏകദേശം 30,000-ഓളം പ്രബന്ധങ്ങൾ ഓക്സിറ്റോസിനുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സന്തോഷകരമായ ഹോർമോണുകളുടെ ഭാഗമായ ഓക്സിറ്റോസിൻ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും വികാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി സാമൂഹിക ഇടപെടലിന് സഹായിക്കുകയും ചെയ്യുന്നു. ഇതുവരെ ഓക്സിറ്റോസിനും നമ്മുടെ ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്സിറ്റോസിൻ സെക്രീറ്റ് ചെയ്യുന്നത് ബ്രെയിനിലുള്ള പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയൈ ആൻഡ് പാർട്ട്ലി സൂപ്രോ ഓപ്റ്റിക് മസിൽസുകളാണ്. ഇത് ബ്രെയിനിലെ ഹൈപ്പോതലാമസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഹൈപ്പോതലാമസുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയും ആന്റീരിയർ പിറ്റ്യൂട്ടറിയും. നമുക്ക് നോക്കാം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ ഫങ്ഷൻസും ഓക്സിറ്റോസിനും തമ്മിലുള്ള ബന്ധം എന്താണ്. ഈ ഹൈപ്പോതലാമസിൽ നിന്നും ഹൈപ്പോഫിസിക്കൽ ട്രാക്ക് എന്ന ഒരു നെർവ് ഫൈബർ വഴി ഓക്സിറ്റോസിന് വഹിച്ചുകൊണ്ട് ഈ നെർവ് ഫൈബറിന്റെ ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ കൂടി കടന്ന് ആ നെർവ് ഫൈബറിന്റെ അറ്റത്ത് ഈ ഓക്സിറ്റോസിൻ വന്ന് സ്റ്റോർ ചെയ്തിരിക്കുന്നു. നമ്മളെ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു കടുക് പണിയിട്ടാൽ ആ കടുക് അതിന്റെ ആഴം വന്ന് എങ്ങനെ കിടക്കുമോ ആ കടുകുമണികൾ പോലെ വന്ന് അവിടെ കിടക്കുന്നു. എന്നിട്ട് അനുകൂലമായ സ്റ്റിമുലൈ ഉണ്ടാകുമ്പോൾ, അവസരമുണ്ടാകുമ്പോൾ, പ്രചോദനമുണ്ടാകുമ്പോൾ ഈ ട്യൂബിന്റെ അറ്റത്തു നിന്നും ഓക്സിറ്റോസിൻ പുറത്തേക്ക് വരികയും ബ്ലഡിലേക്ക് സ്ട്രീം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഈ പിറ്റ്യൂട്ടറി വഴി ഹൈപ്പോതലാമസിൽ നിന്നും വന്ന ഓക്സിറ്റോസിൻ ബ്ലഡിൽ മുഴുവനും വ്യാപിക്കുന്നു. അങ്ങനെ ബ്ലഡിലെ ഓക്സിറ്റോസിന്റെ പ്രഭാവം ഉണ്ടാകുന്നു. ഇനി നമുക്ക് ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ ഫംഗ്ഷൻ നോക്കാം. ആന്റീരിയർ പിറ്റ്യൂട്ടറിയില് ധാരാളം ഗ്ലാൻഡുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ആണ് പറയുന്നത്. ഒന്നാമത്തേത് ഗ്രോത്ത് ഹോർമോൺസ്. ഈ ഗ്രോത്ത് ഹോർമോൺസ് പ്രത്യേകിച്ചും കുട്ടികളായിരിക്കുന്ന സമയത്ത് അവരുടെ വളർച്ചയെ സഹായിക്കുന്നു. പ്രായമായവർക്കും ഇത് ബാധകമാണ്. എന്നാലും കൂടുതലും കുട്ടികളെയാണ് ഇത് കൂടുതലായും നമ്മൾക്ക് പ്രയോജനപ്പെടുന്നത്. അതാണ് ഗ്രോത്ത് ഹോർമോൺസ്. രണ്ടാമത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ്. ഫോളിക്കിൾ എന്ന് വെച്ചാൽ നമ്മുടെ തലയിലെ മുടിയൊക്കെ വളരുന്നത് ഓരോ ഫോളിക്കിൾസിൽ നിന്നാണ്. മൈന്യൂട്ട് ഹോൾസ് ആണത്. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഇന്റീരിയർ ഭാഗത്ത് യൂട്രസ് മുതലായ ഭാഗങ്ങളിലെ ഫോളിക്കിൾസുകൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് സഹായിക്കുന്നു. മൂന്നാമതാണ് പ്രൊലാക്റ്റിൻ ഹോർമോൺ. ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ദ ബേബി, കുട്ടിക്ക് ആവശ്യമായ പാല് ഉൽപ്പാദിപ്പിക്കുന്നതിന് മാതാവിനെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. ഈ പ്രൊലാക്റ്റിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് അമ്മയിൽ ഉണ്ടാകുന്ന പാലിന്റെ അളവിന് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. അടുത്തത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് തൈറോയിഡ്. ഈ തൈറോയിഡിന്റെ ഏറ്റക്കുറച്ചിലും എല്ലാം ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വഴി ഉണ്ടാകുന്നതാണ്. അതിന്റെ പ്രശ്നങ്ങളാണ് നമുക്ക് ഓരോ അസുഖങ്ങളായിട്ട് മാറുന്നത്. അടുത്തത് ലൂട്ടണിങ് ഹോർമോൺ. ലൂട്ടണിങ് ഹോർമോൺ സ്ത്രീകളിലെ മെൻസ്ട്രേഷൻ സൈക്കിള് മാനേജ് ചെയ്യുന്നതിനെ, റെഗുലേറ്റ് ചെയ്യുന്നതിനെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. അതേപോലെ തന്നെ ഈസ്ട്രോജന്റെ നിർമ്മാണത്തിന് പങ്കുവഹിക്കുന്ന ഒരു ഹോർമോണാണ് ലൂട്ടണിങ് ഹോർമോൺ. അപ്പൊ ഒരെണ്ണം അഡ്രിനോ കോർഡിയോകോർപ്പിക് ഹോർമോൺ. ഇത് നമ്മുടെ ബ്രെയിനിലൊരു
ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. നമ്മൾ ഉറങ്ങുന്നതിനും ഉണരുന്നതിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇമാജിനറി ക്ലോക്ക്. അതില് നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ ഉണരുന്നതിനെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് അഡ്രിനോ കോർഡിയോകോർട്ടിക് ഹോർമോൺ. അതിന് ഓക്സിറ്റോസിന്റെ പ്രവർത്തനം ആവശ്യമാണ്. അതുപോലെ നമുക്ക് ഉറങ്ങുന്നതിനെ സഹായിക്കുന്നതുമാണ് മെലാറ്റോൺ ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. മെലാറ്റോണിന്റെ പ്രൊഡക്ഷൻ കൊണ്ടാണ് നമുക്ക് ഉറക്കം വരുന്നത്. അപ്പൊ ആസ് എ ഹോൾ പറഞ്ഞാൽ ഓക്സിറ്റോസിൻ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ കൺട്രോളും വഹിക്കുന്ന ഒന്നാണ്. ഇനി തലച്ചോറും ഓക്സിറ്റോസിനും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മുടെ ശരീരത്തിലെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്തു കൊണ്ടുപോകുന്ന ഒരു ഇതാണ് നമ്മുടെ തലച്ചോറ്. അപ്പൊ ഈ തലച്ചോറിൽ നിന്നും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ട് ഈ ഓക്സിറ്റോസിൻ ഒരു നമ്മുടെ നാട്ടിലെ ഒരു പോസ്റ്റ്മാന്റെ ജോലി എന്ന് പറയാം. ശരീരത്തിലെ നെർവ് സെൽസ്, മസിൽസ് ആൻഡ് ഗ്ലാൻഡ് സെൽസിലേക്ക് മെസ്സേജസ് എത്തിച്ചു കൊടുക്കുന്നത് ഈ ഓക്സിറ്റോസിൻ ആണ്. അപ്പൊ ഹോൾ ബോഡിയുടെ കൺട്രോൾ മുഴുവനും ബ്രെയിൻ നടക്കുന്നത് കൊണ്ട് ഈ ബ്രെയിനിൽ നിന്നും ഓക്സിറ്റോസിൻ മസ്കുലാർ ആൻഡ് ന്യൂറോളജിക്കൽ സംവേദങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്നു. ഇത് ഓക്സിറ്റോസിൻ അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുന്നു. ഓക്സിറ്റോസിനും മാതൃത്വവും. ഓക്സിറ്റോസിൻ ഗർഭകാലത്ത് എന്താവും നോക്കാം. ഒരു സ്ത്രീയുടെ ഗർഭകാലം മുഴുവനും ഓക്സിറ്റോസിൻ തടയപ്പെടുന്നു. ഇത് തടയുന്നത് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ഹോർമോൺസ് ആണ്. ഗർഭകാലത്തിന്റെ അവസാനത്തിൽ, അതായത് 37 തൊട്ട് 42 ആഴ്ചകളാകുമ്പോൾ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ അളവുകൾ കുറയുന്നു. ഓക്സിറ്റോസിന്റെ അളവുകൾ പൽമടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഈ ഓക്സിറ്റോസിൻ ഗർഭപാത്രത്തിന്റെ മസിലുകളുടെ കോൺട്രാക്ഷൻ നടക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ സർവിക്സിനെ വികസിപ്പിക്കുന്നു. ഈ രീതിയിൽ ഹാർമോൺ ഓക്സിറ്റോസിൻ കുഞ്ഞിന്റെ സുഗമായ പ്രസവം പ്രാപ്തമാക്കുന്നു. പ്രസവത്തിന് ശേഷം ഗർഭപാത്രം പഴയ വലുപ്പത്തിലേക്ക് മടങ്ങാനും ഇത് സഹായിക്കുന്നു. നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ നല്ലൊരു ഉദാഹരണമാണ് പ്രസവം. എന്നാൽ സിസേറിയൻ സമയത്ത് ഓക്സിറ്റോസിന്റെ റോൾ എന്താണ്? ബ്രെയിനിന് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇല്ല സിസേറിയൻ നടക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഓക്സിറ്റോസിന്റെ സെക്രീഷൻ ഉണ്ടാവുന്നുമില്ല. അത് കാരണം തന്നെ സിസേറിയൻ കഴിഞ്ഞാൽ ഈ ഗർഭപാത്രം പഴയ സ്ഥിതിയിലെത്താൻ വലിയൊരു ശ്രമമാണ്. ഇനി അടുത്ത സ്റ്റേജ് ആകുമ്പോൾ പാല് കൊടുക്കല്. ജനിച്ച കുഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിക്കുമ്പോൾ സ്പൈനൽ കോർഡ് വഴി തലച്ചോറിലേക്ക് സന്ദേശം എത്തുന്നു. ഓക്സിറ്റോസിന്റെ സെക്രീഷൻ വർദ്ധിപ്പിക്കുന്നു. ഇത് വന്നിട്ട് ഈവൻ സിസേറിയൻ നടന്ന അമ്മയിലും ഈ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട്. മയോ എപ്പിത്തീലിയൽ സെൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. ഉടൻ തന്നെ കുഞ്ഞിന് വേണ്ടിയ പാല് കിട്ടുന്നു. ഇതിനെ മിൽക്ക് ലെറ്റ് ഡൗൺ റിഫ്ലെക്സ് എന്നാണ് പറയുന്നത്. നമ്മൾ ഇതുവരെ കണ്ടത് ദേവകി കൃഷ്ണ. അപ്പൊ അതൊരു നാച്ചുറൽ മദറാണ്, ഒരു സ്നേഹത്തിന്റെ വലിയൊരു ഭാവമാണ്. എന്നാൽ നമ്മൾ കൂടുതലും യശോദ കൃഷ്ണനെയും കാണുന്നുണ്ട്. അപ്പോൾ യശോദ പോലെയുള്ള വളർപ്പ് അമ്മയ്ക്കും കുട്ടിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ആത്മാർത്ഥമായ സ്നേഹവും നല്ല ഒരു പ്രവൃത്തിയും ഉണ്ടെങ്കിൽ അവിടെയും ഓക്സിറ്റോസിന്റെ സെക്രീഷൻ ഉണ്ടാകും. കുഞ്ഞിന്റെ എല്ലാ ആവശ്യങ്ങളും ആ അമ്മയ്ക്ക് പൂർത്തി ചെയ്യാനും പറ്റും. പാലും ഉണ്ടാകും. വാത്സല്യ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഓക്സിറ്റോസിൻ ഹോർമോൺ സ്ത്രീ പുരുഷ ഭേദമന്യേ 2 കൂട്ടരിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. സോഷ്യൽ ബോണ്ടിങ്ങിലൂടെ ഇത് വളരെയധികം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു. വളർത്തു മൃഗങ്ങളെ ലാളിക്കുമ്പോഴും സ്വന്തം കുഞ്ഞുങ്ങളെ ലാളിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റ് സഹജീവികളോടുള്ള നമ്മുടെ സ്നേഹമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടൊക്കെ ഓക്സിറ്റോസിൻ വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ പുരുഷന്മാരിലും സ്ത്രീകളിലും ഓക്സിറ്റോസിൻ വ്യത്യാസം കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയേണ്ടി വരും. സ്ത്രീകളിൽ പ്രസവം സുഗമമാക്കുന്നതിന് ഓക്സിറ്റോസിൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മുലയൂട്ടുന്ന അമ്മമാരിൽ പാൽ ഉൽപാദനത്തിനും ഓക്സിറ്റോസിൻ സഹായകമാണ്. പിന്നെ ചിലപ്പോഴൊക്കെ ചില സന്ദർഭങ്ങളിൽ ഓക്സിറ്റോസിൻ
ഒരു മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നു. അതായത് പ്രസവ സമയത്ത് അമിതമായി ദൗർലഭ്യം വരുമ്പോഴും ഒക്കെ ഓക്സിറ്റോസിൻ ഒരു മെഡിസിൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഓക്സിറ്റോസിന്റെ സാന്നിധ്യം സ്ത്രീകളില് അമിഗ്ഡലയുടെ പ്രവർത്തനം മൂലം, അതായത് എന്തെങ്കിലും ഒരു ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ, ഒരു പ്രതിസന്ധി ഘട്ടമൊക്കെ വരുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് പെട്ടെന്ന് അതിനെ പ്രതികരിക്കുകയും അവർക്ക് കുറച്ച് ഇതിൽ നിന്നൊരു പിന്നോട്ട് മാറാനായിട്ട്, അതായത് ഓടി മാറാനുള്ള ആ ഒരു ടെൻഡൻസി അവർ കാണിക്കും. എന്നാൽ അതായത് ഇവരുടെ ഈ അമിഗ്ഡലയുടെ പ്രവർത്തനം, അതായത് ഇതിന്റെ ഈ അപായ സൂചനകൾ വരുന്നുണ്ട്. ഇതിന്റെ ഈ അമിഗ്ഡല ഈസ്ട്രജന്റെ, സ്ത്രീകളിലുള്ള ഈസ്ട്രജനാണ് ഇതിന് ഒരു കാരണമായിട്ട് പറയുന്നത്. എന്നാൽ പുരുഷന്മാരാണെങ്കിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ നേരിടാനുള്ള ആ ഒരു ധൈര്യം അവർ കാണിക്കും. അതായത് ഇവരുടെ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന സംഭവം അത് ഓക്സിറ്റോസിനെ നിർവീര്യമാക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് അതിന് സാധിക്കുന്നത്. ഇനി ഈ പുരുഷന്മാർക്ക് സ്വന്തം കുഞ്ഞുങ്ങളോട് അവരുടെ ആ ചെറുപ്പത്തിലുള്ള വാസനകളൊക്കെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ വളരെയധികം ഓക്സിറ്റോസിൻ സഹായിക്കുന്നു എന്ന് പറയുന്നു. അതായത് അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത്, രാജാ രവിവർമ്മ ചെറുപ്പത്തിൽ ചുവർചിത്രങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നു. കരികൊണ്ട് ചുവരിലും മറ്റും കുത്തി വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ പിതാവ് ഒരിക്കലും അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല, അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ പിന്നെ അങ്ങനെ, അതായത് അവർക്ക് ആ ചെറുപ്പത്തിൽ അതിന്റെ വാസനകളൊക്കെ തിരിച്ചറിഞ്ഞ് അതിനെ ഒന്ന് വളർത്തിക്കൊണ്ട് വരാനുള്ള ആ ഒരു ഇത് പുരുഷന്മാരിൽ സ്ത്രീകളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും എന്ന് പറയുന്നു. പിന്നെ ബലരാമനും ശ്രീകൃഷ്ണനും ഒക്കെ അമ്പാടിയിൽ വളർന്നതാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷം വസുദേവരെ കാണുമ്പോൾ അവരുടെ ആ ബാഹ്യ ചേഷ്ടകളും അവരെ ആലിംഗനം ചെയ്യുക, അതിന്റെ പ്രകടനങ്ങളൊക്കെ ഇവര് തമ്മിലുള്ള ഈ ആത്മബന്ധം കാണിക്കുന്നത് നമുക്ക് സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓക്സിറ്റോസിന്റെ അളവ് എങ്ങനെ നിയന്ത്രിക്കാം എന്ന് നോക്കാം. ഓക്സിറ്റോസിൻ ഹോർമോണിന്റെ ഉൽപാദനവും സ്രവനവും ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കിലൂടെ നിയന്ത്രിക്കപ്പെടുന്നു. ഇതൊരു ഹോർമോൺ പ്രവർത്തനം ഉണ്ടാക്കുന്നു. ഇത്തരത്തിൽ അത് സ്വന്തമായി ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനത്തിന് കാരണമാകുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു നവജാത ശിശു നിപ്പിൾ മെക്കാനോ റിസപ്റ്ററുകൾ ചപ്പുമ്പോൾ സർവിക്സ് സജീവമാകുന്നു. അപ്പോൾ ഒരു പോസിറ്റീവ് സെൻസറി ഫീഡ്ബാക്ക് ലൂപ്പ് സൃഷ്ടിക്കപ്പെടുന്നു. ഈ പ്രവർത്തനം കൊണ്ട് തലച്ചോറിൽ അധികമായി ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് രക്തത്തിലേക്കുള്ള സ്രവനത്തിന് കാരണവുമാകുന്നു. ഈ പ്രവർത്തനം കൊണ്ടാണ് പാൽ ബ്രസ്റ്റിലേക്ക് വരാൻ സഹായിക്കുന്നത്. ഓക്സിറ്റോസിന്റെ വർധന എങ്ങനെയെന്ന് നോക്കാം. അമിഗ്ഡാല എന്നത് തലച്ചോറിൽ ഒരു പ്രധാന ഭാഗമാണ്. ഇത് നമ്മളിൽ വികാരങ്ങൾ, പ്രചോദനം, പ്രതിഫലം എന്നീ കാര്യങ്ങൾക്ക് ഉത്തരവാദിയായി പ്രവർത്തിക്കുന്നു. ഓക്സിറ്റോസിൻ, ഡോപ്പമൈൻ, സെറോട്ടോനിൻ എന്നിവ നമ്മുടെ ഹാപ്പി ഹോർമോണുകളാണ്. നമുക്ക് സന്തോഷവും സങ്കടവും വികാര വിചാരങ്ങൾ എല്ലാം ഉണ്ടാകുന്നത് ഹോർമോണുകളുടെ പ്രവർത്തനം കൊണ്ടാണ്. തലച്ചോറ് ഡോപ്പമൈൻ എന്ന ഹോർമോൺ പുറപ്പെടുവിക്കുമ്പോൾ അത് സെറോട്ടോനിൻ ഹോർമോണുമായി പ്രവർത്തിച്ച് അതിന്റെ ലെവൽ വർദ്ധിപ്പിക്കുന്നു. ഈ പ്രവർത്തനം കൊണ്ടാണ് ഓക്സിറ്റോസിൻ ഹോർമോൺ ഉണ്ടാകുന്നത്. ഇത് പോസിറ്റീവ് വികാരങ്ങൾക്ക് കാരണമാകുന്നു. നമ്മൾ പാട്ടുകൾ പാടുമ്പോഴും ആസ്വദിക്കുമ്പോഴും സംഘഗാനം കേൾക്കുമ്പോഴും നമ്മൾക്ക് സന്തോഷം അനുഭവപ്പെടുന്നു. അപ്പോൾ നമ്മളിൽ ഓക്സിറ്റോസിന്റെ പ്രവർത്തനം വർദ്ധിക്കുന്നു. സ്പർശനത്തിന്റെ ലളിതമായ പ്രവർത്തനം ഓക്സിറ്റോസിന്റെ പ്രകാശനം വർദ്ധിപ്പിക്കുന്നു. മനസ്സിന് കുളിര് പകരുന്ന ഒരു വാർത്ത കേൾക്കുമ്പോഴും കുറെ കാലമായി കാണാതിരുന്ന ബാല്യകാല സഖികളെയോ ബന്ധുക്കളെയോ കണ്ടുമുട്ടുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന സന്തോഷം, സ്നേഹപൂർണമായ ഒരു തലോടൽ, ആലിംഗനം ഇവയെല്ലാം പ്രകൃതിദത്തമായി ഓക്സിറ്റോസിൻ ഹോർമോണിന്റെ വർധനയ്ക്ക് സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതേപോലെ ഓക്സിറ്റോസിന്റെ അളവ് കുറയുകയാണെങ്കിൽ അത് നമ്മളിൽ ഡിപ്രഷൻ ഉണ്ടാകുന്നു. ഗുളികകൾ നൽകുന്നതിൽ കൂടെയോ നേസൽ ഡ്രോപ്പ് ഉപയോഗിക്കുന്നത് മൂലമോ ഓക്സിറ്റോസിൻ ഒരു രോഗിക്ക് നൽകാൻ കഴിയുകയില്ല. കാരണം ഈ ഹോർമോണിന് രക്തത്തിന്റെയോ തലച്ചോർ സൃഷ്ടിക്കുന്ന തടസ്സത്തിലൂടെയോ കടന്നു പോകാൻ സാധിക്കുകയില്ല. ഓക്സിറ്റോസിൻ ഉയർന്നതും താഴ്ന്നതുമായ നിലയിൽ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം താഴ്ന്ന നിലയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നോക്കാം.
സാധാരണയായി ഓക്സിറ്റോസിൻ നോർമൽ നിലയിൽ നിന്ന് കുറയുന്നത് വളരെ കുറവാണ്. ഗർഭിണികളിൽ ലോവർ ലെവലിൽ ഓക്സിറ്റോസിൻ ഉണ്ടായാൽ യൂട്രസിന്റെ വികസനവും സങ്കോചനവും കുറവായി അനുഭവപ്പെടും. അങ്ങനെയുള്ളപ്പോഴാണ് സ്ത്രീകൾ സിസേറിയൻ വേണ്ടി വരുന്നത്. ലോവർ ലെവലിൽ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ കുട്ടിക്ക് പാൽ ലഭിക്കാൻ സാധ്യത തീരെ കുറവാണ്. ഓക്സിറ്റോസിന്റെ കുറവ് മൂലം അമ്മയ്ക്ക് പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരുന്നു. ഓക്സിറ്റോസിൻ കുറഞ്ഞു വരുന്ന അവസ്ഥയെയാണ് പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസം എന്ന് പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മറ്റു പല ഗ്ലാൻഡുകളെ ഇൻവോൾവ് ചെയ്യുകയും ശരീരത്തിന്റെ മറ്റു പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഗ്ലാൻഡുകൾ ചെയ്യാൻ കഴിയാതെ വരികയും അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്നാണ് ഇതിന് പറയുന്നത്. ആ രോഗത്തിനെയാണ് പാൻ ഹൈപ്പോപിറ്റ്യൂട്ടറിസം എന്ന് പറയുന്നത്. രണ്ടാമത്, പുരുഷന്മാരിൽ ഓക്സിറ്റോസിൻ പ്രഭാവങ്ങൾ. ഉയർന്ന ലെവലിൽ ഓക്സിറ്റോസിൻ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? പുരുഷന്മാരിൽ ഉയർന്ന ലെവലിൽ ഓക്സിറ്റോസിൻ ഉണ്ടായാൽ ആ രോഗത്തിനെ ഓക്സിറ്റോസിൻ ടോക്സിറ്റി എന്ന് പറയുന്നു. അതും വളരെ വിരളമായി വരുന്ന രോഗമാണ്. ഇത് ഓക്സിറ്റോസിൻ പുരുഷന്മാരിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു? പുരുഷന്മാരിൽ ഉയർന്ന നിലയിൽ ഓക്സിറ്റോസിൻ ഉണ്ടായാൽ അവർക്കുണ്ടാകുന്ന രോഗമാണ് പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലാസിയ. അതെന്താണ്? ഈ അവസ്ഥയിൽ പ്രോസ്റ്റാറ്റിക് ഒരു വാൾനട്ടിന്റെ ആകൃതിയിലാവുകയും ഗ്രാനുലർ ആൻഡ് മസ്കുലർ മസിൽസ് അതിന്റെ മുകളിൽ വളരുകയും ചെയ്യുന്നു. ഇത് മൂത്രനാളിയെ പൊതിയുകയും ചെയ്യുന്നു. ആ മസിൽസ് മൂത്രനാളിയെ പൊതിയുന്നത് കാരണം മൂത്ര തടസ്സം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെയാണ് പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലാസിയ എന്ന് പറയുന്നത്. ഇത് 60 കഴിഞ്ഞ പുരുഷന്മാരിലാണ് അധികവും കണ്ടുവരുന്നത്. ഓക്സിറ്റോസിൻ പുതിയ പ്രവർത്തനങ്ങൾ. ഓക്സിറ്റോസിൻ മാനസികാരോഗ്യത്തെ ബാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്സിറ്റോസിൻ തലച്ചോറിലെ ഒരു കെമിക്കൽ മെസഞ്ചറായി പ്രവർത്തിക്കുന്നു. ഓക്സിറ്റോസിൻ സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്സിറ്റോസിൻ സാമൂഹിക സ്വഭാവങ്ങളിൽ നല്ല സ്വാധീനം ചെലുത്തും. പിന്നെ വിശ്രമം, വിശ്വാസം, മൊത്തത്തിലുള്ള മാനസിക സ്ഥിരത, തിരിച്ചറിയൽ, റൊമാൻറ്റിക് അറ്റാച്ച്മെന്റ്, മാതാപിതാ ശിശു ബന്ധം. ഓക്സിറ്റോസിൻ വ്യക്തികളെ മറ്റുള്ളവരുമായി ബന്ധിക്കുന്നു. ബന്ധം, സഹകരണം, സന്തതികളുടെ പിന്തുണ, ഭയവും ഉത്കണ്ഠയും നീക്കം ചെയ്യലും സുരക്ഷിതത്വവും. ഇത് വൈകാരികവും ശാരീരികവുമായ ആരോഗ്യം ഉറപ്പാക്കുന്നു. ഓക്സിറ്റോസിൻ സാമൂഹ്യ പരിഹാരങ്ങളുടെ രഹസ്യമാണ്. അപകടമായ ഒരു ലോകത്ത് ജീവിക്കാൻ ഇത് ഒപ്റ്റിമൈസ് ചെയ്യുന്നു. ഓക്സിറ്റോസിനും സ്നേഹമില്ലാതെ സസ്തനികൾക്ക് അതിജീവിക്കുക. പക്ഷേ ഇത് പ്രകൃതിയുടെ ഔഷധമാണ്. തലച്ചോറിലെ ഓക്സിറ്റോസിൻ പ്രഭാവങ്ങൾ എന്തെല്ലാം നോക്കാം. മസ്തിഷ്കത്തിൽ ഓക്സിറ്റോസിൻ പ്രഭാവം സങ്കീർണമാണ്. ഇനി പറയുന്ന ഉൾപ്പെടെ വിവിധ അവസ്ഥകളിൽ ഓക്സിറ്റോസിൻ വഹിക്കുന്ന പങ്ക് ശാസ്ത്രജ്ഞർ ഇപ്പോൾ ഗവേഷണം ചെയ്യുന്നുണ്ട്. ആസക്തി, അനോറക്സിയ, ഉത്കണ്ഠ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, വിഷാദം, പ്രസവാനന്തര വിഷാദം, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അതായത് PTSD, അസൂയയും സത്യസന്ധതയും, ഇവയിലെല്ലാമാണ് റിസർച്ച് നടത്തി വരുന്നത്. ഓക്സിറ്റോസിൻ കാർഡിയോ പ്രൊട്ടക്റ്റീവ് പ്രവർത്തനം. കാർഡിയോ പ്രൊട്ടക്ഷനിലെ പ്രധാന സിഗ്നലിംഗ് പാതകൾ, അതായത് മരണത്തിൽ നിന്നുള്ള സംരക്ഷണം, ഹൃദയകോശങ്ങളിലെ OTR സിഗ്നൽ വഴി ഉത്തേജിപ്പിക്കപ്പെടുന്നു. അമിതമായ വീക്കം, ഓക്സിഡേറ്റീവ് സമ്മർദ്ദം എന്നിവ വൈകാരിക അസ്വസ്ഥതയ്ക്ക് കാരണമായിട്ടുണ്ട്. കൂടാതെ സസ്തനികളുടെ ഉപയോഗത്തിൽ ഓക്സിറ്റോസിൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. OTയുടെ വിരുദ്ധ ബാഹ്യാവിഷ്കരണ പ്രവർത്തനം. രോഗപ്രതിരോധ സമയത്ത് ഓക്സിറ്റോസിൻ ഒരു നിയന്ത്രണപരമായ പങ്ക് ഉണ്ടെന്ന് ഒരു വലിയ തെളിവ് സൂചിപ്പിക്കുന്നു. കോശജ്വലന പ്രതികരണങ്ങൾ.
എന്തൊക്കെ? ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ് ഇൻഫെക്റ്റുകൾ ഉണ്ട്. രോഗപ്രതിരോധ വെല്ലുവിളികൾ എന്തെല്ലാം? മൈട്രോപ്രോട്ടിയൽ പ്രവർത്തനം ഉൾപ്പെടെയുള്ള അധിക വീക്കം, രോഗകാരികളായ വൈറസുകളോടുള്ള പ്രതികരണങ്ങൾ, കൂടാതെ തത്സമയ ജനന സമയത്ത് ഗർഭപിണ്ഡത്തിന്റെ സംരക്ഷണത്തിലും. അടുത്തത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ കണ്ടുവരുന്ന ഹോർമോൺ പ്രശ്നങ്ങളായ പ്രമേഹം, തൈറോയിഡ്, PCOD, ഓസ്റ്റിയോപൊറോസിസ്, കുട്ടികളിൽ കണ്ടുവരുന്ന വളർച്ചാ പ്രശ്നങ്ങൾ എന്നിവ സർവ്വസാധാരണമാണ്. ഈ ഹോർമോൺ പ്രശ്നങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഗവേഷണം നടത്തുന്ന ഒരു മെഡിക്കൽ പ്രാക്ടീഷണറാണ് എൻഡോക്രൈനോളജിസ്റ്റ്. ഓക്സിറ്റോസിൻ ലെവൽ കൂട്ടാൻ എന്തൊക്കെ വൈറ്റമിനും മിനറൽസും ആവശ്യമാണെന്ന് നോക്കാം. ഒന്ന്, വൈറ്റമിൻ ഡി. നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം വേഗത്തിലാക്കാനും എല്ലിന്റെയും പല്ലിന്റെയും ബലത്തിനും നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനും വൈറ്റമിൻ ഡിയുടെ പങ്ക് വളരെ കൂടുതലാണ്. സൂര്യപ്രകാശത്തിൽ നിന്നും കൂണ്, ഫാറ്റി ഫിഷ്, മുട്ട, പാല് മുതലായ ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും വൈറ്റമിൻ ഡി കിട്ടുന്നു. വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ ദിവസേന 50 മുതൽ 90 മില്ലിഗ്രാം വരെ വൈറ്റമിൻ സി ആവശ്യമുണ്ട്. അടുത്തത് മഗ്നീഷ്യം. ഓക്സിറ്റോസിൻ റിസപ്റ്ററിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമാണ്. മസിലിനും നെർവസ് ഫംഗ്ഷനും മഗ്നീഷ്യം ഉത്തരവാദിയാണ്. സ്പിനാച്ച്, പംകിൻ, അവക്കാഡോ, ഡാർക്ക് ചോക്ലേറ്റ് എന്നിവയിൽ നിന്നും മഗ്നീഷ്യം ലഭിക്കുന്നു. ഈസ്ട്രോജൻ ഉത്പാദനവും സ്രവവും, പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഇതിന്റെ പ്രഭാവം വളരെ കൂടുതലാണ്. ആർത്തവവിരാമത്തോടെ ഈസ്ട്രോജൻ കുറയുന്നതും മൂലം പല ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നെക്സ്റ്റ്, കാമമൈൽ. ഇത് കാമമൈൽ ടീ ആയിട്ട് കിട്ടുന്നുണ്ട്. കാമമൈൽ ഓയിൽ മസാജ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. വേദന സംഹാരിയായും രുചി കൂട്ടുന്നതിനും കാമമൈൽ ഉപയോഗിക്കുന്നു. ഇവ എല്ലാത്തിനും പുറമെ മാർഷൽ ആർട്സ്, സാമൂഹിക പ്രവർത്തനം, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഗെയിംസ്, ഗ്രൂപ്പ് ഗെയിംസ്, സ്പോർട്സ് എന്നിവയും നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളും ഓക്സിറ്റോസിൻ ലെവൽ കൂട്ടാൻ സഹായിക്കുന്നു. സർവോപരി നമ്മൾ ഇവിടെ ദിവസേന ചെയ്യുന്ന യോഗാഭ്യാസം, മെഡിറ്റേഷൻ, സത്സംഗ് എന്നിവയും ഓക്സിറ്റോസിൻ ലെവൽ കൂട്ടാൻ സഹായിക്കുന്നു. കൂട്ടി നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടുകയും മാനസിക നില നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇനി ഓക്സിറ്റോസിൻ സപ്ലിമെന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് വൈറ്റമിൻ ഡി. ഇത് പ്രധാനമായും വൈറ്റമിൻ D3 കിട്ടുന്നത്. 2, വൈറ്റമിൻ സി. 3, മഗ്നീഷ്യം സപ്ലിമെന്റ്. അതില് മഗ്നീഷ്യം L-തിയോനേറ്റ് ഒരു നല്ല സപ്ലിമെന്റ് ആണ്. 4, വൈറ്റമിൻ B6. ഇത് അമിനോ ആസിഡ് ട്രിപ്റ്റോഫാൻ ട്രിപ്റ്റോഫാനിന് ഹാപ്പി ഹോർമോണായി മാറ്റാൻ സഹായിക്കുന്നു. 5, ഗാമ അമിനോ ആസിഡ് ബ്യൂട്രിക് ആസിഡ് ആണ് ഫുൾ ഫോം. ഇത് ശരീരത്തിലെ ഒരു കാമിംഗ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അടുത്തത് ലിമോസി ലാക്ടോ ബാസിലസ് റിയൂട്ടരി. നമ്മുടെ ദഹനനാളിയിൽ കണ്ടുവരുന്ന ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ആണ്. H. പൈലോറി, അൾസർ എന്നിവയുടെ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നു. 7, മെലാട്ടോണിൻ സപ്ലിമെന്റ്. ഇത് ഉറക്കം കിട്ടുന്നതിന് സഹായിക്കുന്നു. ഇതെല്ലാം കൂടാതെ പ്രോബയോട്ടിക്സ്, omega-3, ഫാറ്റി ആസിഡ്, റോഡിയോല, അശ്വഗന്ധ എന്നിവയും ഹോർമോൺ ബാലൻസ് ചെയ്യാൻ നിർണായകമായ പങ്ക് വഹിക്കുന്നു. മറ്റ് ഓക്സിറ്റോസിൻ അപ്ലിക്കേഷൻസ് നോക്കാം. 1, കൃത്രിമമായി ഉണ്ടാക്കിയ
ഓക്സിറ്റോസിൻ പ്രസവവേദന കൂട്ടാൻ നെർവ്സിലേക്കൂടെ ഇഞ്ചെക്ട് ചെയ്യാറുണ്ട്. ഓക്സിറ്റോസിൻ നോ സ്പ്രേസ് ഓട്ടിസം ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നു. ചില നോ സ്പ്രേസ് ഡിപ്രഷൻ ട്രീറ്റ്മെന്റിനും ഉപയോഗിക്കുന്നു. ഈ പ്രസന്റേഷൻ ഉണ്ടാക്കാൻ റെഫർ ചെയ്ത പബ്ലിക്കേഷൻസിന്റെ ലിസ്റ്റ് അക്നോളജ്മെന്റ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഗണ മെമ്പേഴ്സിന്റെ ലിസ്റ്റും 41 പേരടങ്ങിയ ഗണ മെമ്പേഴ്സിന്റെ ലിസ്റ്റും ഇവിടെ ചേർത്തിരിക്കുന്നു. എല്ലാ ഗണയോഗ ബന്ധുക്കളുടെയും പൂർണ്ണ പിന്തുണയോടെ ഓക്സിറ്റോസിൻ ഗണയ്ക്ക് ഈ പ്രസന്റേഷൻ സമർപ്പിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാ ഗണയോഗ ബന്ധുക്കൾക്കും ഉള്ള അഗൈതമായ നന്ദി അറിയിക്കുന്നു. ഈ പ്രസന്റേഷൻ വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ സ്വയം മുന്നോട്ട് വന്ന് പ്രസന്റേഷന്റെ എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്ത മാലാ ജനാർദ്ദന അക്കയ്ക്ക് നന്ദിയും കടപ്പാടുമുണ്ട്. എന്റെ പേരിലും സമിതിയുടെ പേരിലും ഗണത്തിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ പ്രസന്റ് ചെയ്ത വത്സല അക്ക, ഇന്ദിരാദേവി അക്ക, സ്വപ്ന അക്ക, രാജമ്മ അക്ക, മാലാ ജനാർദ്ദന അക്ക, ലാലി സുരേഷ് അക്ക, വിമലാമണി അക്ക, അനുസൽവ അക്ക, തിലകം അക്ക, എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തതിന് നന്ദി, നമസ്കാരം. പിന്നെ എല്ലാത്തിനുപരി ഇവിടെ ഇന്ന് സന്നിഹിതരായി നമ്മളെ പ്രോത്സാഹിച്ച എല്ലാ ഗുരുജനങ്ങൾക്കും, എല്ലാ ശിക്ഷകർക്കും, എല്ലാ യോഗബന്ധുക്കൾക്കും സമിതിയുടെ പേരിലും ഗണത്തിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു.